AD 999 സ്ഥാപിതമായ മലനാടിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ദേവാലയം 1599 ഉദയംപൂർ സുനഹദോസിൽ പങ്കെടുത്ത പള്ളികളുടെ പട്ടികയിൽ ഈ ദേവാലയം ഉൾപ്പെട്ടിരിക്കുന്നു. 1794 പൗളീനോസ് പാതിരിയുടെ ഇന്ത്യ ഓറിയന്റാലിസ് ക്രിസ്ത്യാന എന്ന ഗ്രന്ഥത്തിൽ വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി എന്ന് ഈ ദേവാലയത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നു. നെടിയാലമ്മേ പിടിയായി വരണമേ എന്ന പ്രാർത്ഥന ഉച്ചരിച്ചുകൊണ്ട് ആയിരങ്ങൾ കടന്നു വരുന്ന ദേവാലയം. എല്ലാവർക്കും നെടിയശാല സെന്റ് മേരീസ് പള്ളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നെടിയ പാഠികശാലകളുടെ നാട് നെടിയാല എന്നും പിന്നീട് നെടിയശാല എന്നും അറിയപ്പെട്ടു. 1999 വിപുലമായ സഹസ്രാബ്ദി ആഘോഷങ്ങളുടെ സമാപനം 2000 ആണ്ടിലെ മഹാജൂബിലിയോട് ചേർന്ന് നടത്തി. ആധുനിക കാലത്ത് നടന്ന ഇടവക പുനഃസ്ഥാപനത്തിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് 2022 വിശുദ്ധ ദേവസഹായം പിള്ള ചാപ്പൽ വിശുദ്ധ കുമ്പസാരത്തിനായി നിർമ്മിച്ചു. 1984 ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോ നിർമ്മിച്ചു. 1995 പള്ളിയുടെ മുൻവശത്തെ കൽക്കുരിശ് സ്ഥാപിച്ചു. 2024 സെപ്റ്റംബർ 8 സഹസ്രാബ്ദോത്തര രജത ജൂബിലി മഡോണ ക്രിസ്റ്റിയുടെ കൂദാശ കർമ്മം. ഇവിടത്തെ പരിശുദ്ധ അമ്മയുടെ ദിവ്യത്വം സ്ഫുരിക്കുന്ന തിരുസ്വരൂപം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഒറ്റത്തടിയിൽ തീർത്തിട്ടുള്ളതും ഏകദേശീയ മുഖഭാവമുള്ളതുമാണ്. പാരമ്പര്യമുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് വിവാഹം ചെയ്തു വന്ന ഒരു പെൺകുട്ടിയോട് അമ്മായിമ്മ ആവശ്യപ്പെട്ടു പിടിയുണ്ടാക്കണമെന്ന്. അതിനെപ്പറ്റി ഒന്നും അറിയാതിരുന്ന ആ പെൺകുട്ടി അമ്മായിമ്മയുടെ ശാസന അല്ലെങ്കിൽ വടക്ക് പേടിച്ച് മാതാവിനോട് അപേക്ഷിച്ചതാണ് നെടിയാൽ അമ്മയെ പിടിയായി വരണമേ എന്ന് അപേക്ഷിച്ച് അരിപ്പൊടി ഇടുകയും അത് പിടിയായിട്ട് വന്നു എന്നുള്ളതാണ് പാരമ്പര്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ഇടവകയിലെ ഏറ്റവും വലിയൊരു വഴിപാടിതാണ്. ഒത്തിരിയേറെ ആളുകൾ ഈ മധ്യ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ നിന്ന് പൂർവികരായിട്ടുണ്ടായിരുന്ന ആളുകൾ പലരും വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോവുകയും അവരൊക്കെ ഇവിടെ വന്ന് വഴിപാടായിട്ട് പിടിനേർച്ച നടത്തുകയും ചെയ്തു വരുന്നു. വളരെ വിശ്വാസമുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നെടിയാലമ്മ ഉപേക്ഷിക്കുകയില്ല. ആ നൊവേന പ്രാർത്ഥനകൾക്കെല്ലാം അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. കേരളത്തിൽ നെടിയശാല പള്ളിയിൽ മാത്രമേ പിടിനേർച്ച ഉള്ളതായിട്ട് അറിയപ്പെടുന്നുള്ളൂ. ഇത് ഉണ്ടാക്കുന്നത് ആദ്യം അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് ജീരകവും തേങ്ങയും ഇട്ട് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ചൂടുവെള്ളം വളരെ നന്നായിട്ട് തിളച്ചെടുക്കുന്ന ചൂടുവെള്ളം കോരി ഒഴിച്ച് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഉപ്പ് ഇട്ട് അതിന് ശേഷമാണ് ഈ പൊടിയിലേക്ക് ചേർക്കുന്നത്. പല പ്രാവശ്യം ഇളക്കി ഉരുട്ടാൻ പാകത്തിന് നല്ല പശപിടുത്തം ആകുന്നത് വരെ അതിനകത്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഓരോ ഉണ്ടാക്കാനും പാകത്തിന് ഓരോ പാത്രത്തിൽ ഓരോ ബേസിനിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിടിനേർച്ച ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഈ അത്ഭുത കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത്. 1941 ഫെബ്രുവരി 11 മാതാവിന്റെ ദിവ്യദർശനത്തിൽ കണ്ടെത്തിയ വറ്റാത്ത നീരുറവയാണിത്. ഈ തീർത്ഥജലം ഉപയോഗിച്ച് അനേകായിരങ്ങൾ രോഗസൗഖ്യം നേടിവരുന്നു. നെടിയശാലയുടെ ചരിത്ര വഴികളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. ആയിരങ്ങളാണ് നെടിയാലമ്മയുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹങ്ങൾ നേടുന്നത്. മലനാടിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന നെടിയശാലയിലേക്ക് ഏവർക്കും സ്വാഗതം.